ഒരു വിദ്യാർത്ഥി, അയാൾക്ക് വല്ലാത്ത പേടിയുള്ള ഒരു അയൽക്കാരി, പിന്നെ വളരെ ലളിതമായ ഒരൊറ്റ അഭ്യർത്ഥന. ഇവ മൂന്നും ചേർന്ന് മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുള്ള വലിയൊരു സത്യം വെളിപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. മാക്സിം ഗോർക്കിയുടെ ഈ ശക്തമായ കഥയിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു ചെല്ലാം. അപ്പോ കഥ നടക്കുന്നത് മോസ്കോയിലാണ്. അവിടെ ഒരു വാടക കെട്ടിടത്തിലാണ് നമ്മുടെ കഥയിലെ ഈ വിദ്യാർത്ഥി താമസിക്കുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അയാളുടെ നേരെ എതിർവശത്തുള്ള മുറിയിൽ താമസിക്കുന്ന സ്ത്രീയെ അയാൾക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ടുതന്നെ അവരെ ഒന്നും മുഖാമുഖം കാണുന്നതുപോലും ഒഴിവാക്കിയാണ് അയാൾ ജീവിച്ചിരുന്നത്. എന്നാൽ അയാളുടെ ഈ പേടിക്ക് പിന്നിൽ വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. എല്ലാം, അക്ഷരാർത്ഥത്തിൽ എല്ലാം മാറ്റിമറിച്ച ഒരു രഹസ്യം. ആ രഹസ്യമാണ് ഈ കഥയെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിദ്യാർത്ഥിക്ക് തന്റെ അയൽക്കാരിയെ ഇത്രയധികം ഭയം? കാരണം വേറൊന്നുമല്ല, അയാളുടെ സ്വന്തം മുൻവിധികൾ തന്നെ. ആദ്യമായി കണ്ടപ്പോൾ തോന്നിയ ചില കാര്യങ്ങൾ. കഥയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും കാണാൻ പറ്റും. ഒരിടത്ത് താനൊരു വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്ന നല്ല വിദ്യാഭ്യാസമൊക്കെയുള്ള നമ്മുടെ കഥാനായകൻ. ഇനി മറ്റേ സൈഡിലോ അയാളുടെ കണ്ണില് ഒരു പരുക്കൻ സ്വഭാവക്കാരി, എഴുത്തും വായനയും അറിയാത്ത തെരേസ. അവർ തമ്മിൽ ആകാശവും ഭൂമിയും പോലത്തെ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. അയാളെ ഇത്രയധികം പേടിപ്പിക്കാൻ മാത്രം എന്തായിരുന്നു അവളിലുണ്ടായിരുന്നത്? ശരിക്കും പറഞ്ഞാൽ അവളുടെ രൂപം തന്നെയായിരുന്നു പ്രശ്നം. നല്ല ഉയരവും കരുത്തുമുള്ള ഒരു സ്ത്രീ, ഒരു പുരുഷന്റെ പോലത്തെ ശരീരം, പിന്നെ പരുക്കൻ മുഖവും ആഴത്തിലുള്ള ശബ്ദവും. ഇതൊക്കെ കണ്ടപ്പോ അയാളുടെ മനസ്സിൽ അവളൊരു സാധാരണ സ്ത്രീയേ ആയിരുന്നില്ല, പകരം പേടിക്കേണ്ട എന്തോ ഒന്നായിരുന്നു. ഈ ഒരു വാചകം കേട്ടാ മതിയല്ലേ അയാളുടെ പേടി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ? ആ അടച്ചിട്ട വാതിലുണ്ടല്ലോ, അത് ശരിക്കും അയാളുടെ മനസ്സിന്റെ ഒരു പ്രതീകം കൂടിയായിരുന്നു. അവൾക്ക് നേരെ, അവളുടെ ജീവിതത്തിന് നേരെ കൊട്ടിയടച്ചൊരു മനസ്സ്. പക്ഷേ ഒരു ദിവസം ഒട്ടും പ്രതീക്ഷിക്കാതെ കാര്യങ്ങളൊക്കെ മാറിമറിയുകയാണ്. അവരുടെ ആദ്യത്തെ കൂടിക്കാഴ്ച നടക്കുന്നു. അന്ന് തെരേസയുടെ ഒരു അഭ്യർത്ഥന അവളുടെ നമ്മളാരും അതുവരെ കാണാത്ത ഒരു പുതിയ മുഖം പുറത്തു കൊണ്ടുവന്നു. ഒന്നാലോചിച്ചു നോക്കിയേ, ആ പരുക്കൻ രൂപമുള്ള തെരേസയാണ് തന്റെ കാമുകനു വേണ്ടി ഈ വാക്കുകൾ എഴുതാൻ പറയുന്നത്, എന്റെ ദുഃഖിതയായ കൊച്ചുപ്രാവ് എന്ന്. എന്തുമാത്രം റൊമാൻറ്റിക് ആണല്ലേ! അവളുടെ ആ പുറമേയുള്ള രൂപവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വാക്കുകൾ. ഇതങ്ങട്ട് കേട്ടതും നമ്മുടെ കഥാനായകന് ചിരി പിടിച്ചു നിർത്താൻ പറ്റിയില്ല. അത്രയും വലിയ ശരീരമുള്ള, ആണുങ്ങളെപ്പോലെ ശബ്ദമുള്ള ഒരു സ്ത്രീയാണോ സ്വയം കൊച്ചുപ്രാവെന്ന് വിളിക്കുന്നത്? അയാൾക്കതങ്ങോട്ട് ഉൾക്കൊള്ളാനേ പറ്റിയില്ല. അവളുടെ ആ പരുക്കൻ പുറന്തോടിനപ്പുറം ഒരു മനസ്സുണ്ടെന്നും അതിലൊരുപാട് വികാരങ്ങളുണ്ടെന്നും കാണാൻ അപ്പോഴും അയാൾക്ക് സാധിച്ചില്ല. ഇവിടെ നിന്നങ്ങോട്ട് കഥ കുറച്ചുകൂടി സീരിയസ് ആവുകയാണ്. കാരണം തെരേസ വീണ്ടും അയാളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇത്തവണത്തെ ആവശ്യം കുറച്ചുകൂടി വിചിത്രമായിരുന്നു. അത് അവസാനം ചെന്നെത്തുന്നത് വലിയൊരു വഴക്കിലായിരുന്നു. ഇതാണ് ശരിക്കും കഥയിലെ ആ ട്വിസ്റ്റ്. ഒരാഴ്ച കഴിഞ്ഞ് തെരേസ വീണ്ടും വന്നു. എന്നിട്ട് പറഞ്ഞു, ബോൾസിൽ നിന്ന് തനിക്കൊരു മറുപടി എഴുതിത്തരാൻ. ഒന്നാലോചിച്ചു നോക്കൂ, ആദ്യം ബോൾസിന് കത്തെഴുതാൻ പറഞ്ഞു, ഇപ്പൊ ബോൾസിന്റെ മറുപടി എഴുതാൻ പറയുന്നു. ഇത് കേട്ടപ്പോ തന്നെ കഥാനായകന് ഉറപ്പായി ഇതിലെന്തോ പ്രശ്നമുണ്ട്. അതോടെ അയാളുടെ കൺട്രോൾ മുഴുവൻ പോയി. അവൾ തന്നെ പറ്റിക്കുകയാണെന്ന് അയാൾക്ക് തോന്നി. വെറും നുണകൾ പറഞ്ഞ് തന്നെ മുതലെടുക്കുകയാണെന്ന് അയാൾ അവളുടെ മുഖത്തു നോക്കി പറഞ്ഞു. കണ്ടില്ലേ, അയാളുടെ ഉള്ളിലെ ആ മുൻവിധിയും കുറച്ച് അഹങ്കാരവുമൊക്കെ ചേർന്ന് അയാളെക്കൊണ്ട് ചിന്തിപ്പിച്ചത് ഏറ്റവും മോശമായ കാര്യങ്ങളാണ്. എന്നാൽ അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്നത് ഈ കഥയിലെ തന്നെ ഏറ്റവും ഇമോഷണലായ ഒരു കാര്യമാണ്. തെരേസ പറയാൻ പോകുന്ന ആ സത്യം കേട്ട് നമ്മുടെ കഥാനായകന്റെ ലോകം തന്നെ കീഴ്മേൽ മറിയാൻ പോവുകയായിരുന്നു. തെരേസ തിരിച്ചു ചോദിച്ച ഈയൊരു ചോദ്യമുണ്ടല്ലോ, അതാണ് ഈ കഥയുടെ എല്ലാം കാതൽ. അപ്പം ഞാനും നിങ്ങളെയൊക്കെ പോലെ ഒരു മനുഷ്യനല്ലേ? താനും ഒരു മനുഷ്യനാണെന്ന് അംഗീകരിക്കാനുള്ള ഒരു യാചനയായിരുന്നു അത്. ശരിക്കും ഈ ചോദ്യത്തിന്റെ ആഴം നമുക്കൊന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് ആ വലിയ സത്യം പുറത്തുവരുന്നത്. ബോൾസ് എന്നു പറയുന്ന ഒരാള് യഥാർത്ഥത്തിലില്ല. അത് വെറുമൊരു സങ്കല്പമായിരുന്നു. എന്തിനാണെന്നോ, സഹിക്കാൻ പറ്റാത്ത ഏകാന്തതയെ അതിജീവിക്കാൻ വേണ്ടി അവൾ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു ഫാന്റസി. തന്നെയും സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് സ്വയം വിശ്വസിപ്പിക്കാനുള്ള അവളുടെ ഒരേ ഒരു വഴി. അതുകൊണ്ടുതന്നെ തെരേസ പറഞ്ഞത് ഒരു നുണയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനെ സൈക്കോളജിക്കൽ സർവൈവൽ എന്ന് പറയാം. അതായത് ജീവിതത്തിലെ കഠിനമായ സത്യങ്ങളെ നേരിടാൻ വേണ്ടി നമ്മുടെ മനസ്സ് തന്നെ കണ്ടെത്തുന്ന ചില വഴികൾ, തകർന്നു പോകാതിരിക്കാനുള്ള ഒരു പ്രതിരോധം. ആ സത്യം മനസ്സിലാക്കിയ നിമിഷം
നമ്മുടെ കഥാനായകന്റെ ലോകം തന്നെ മാറിപ്പോയി. അവന്റെ ഉള്ളിലെ മുൻവിധിയുടെ സ്ഥാനത്ത് സഹാനുഭൂതി വന്നു. അതോടെ അവർക്കിടയിൽ പുതിയതും മനോഹരവുമായ ഒരു ബന്ധം തുടങ്ങുകയായിരുന്നു. പിന്നീട് അവരുടെ ബന്ധം മാറിയതെങ്ങനെയെന്നോ? അവൻ ആഴ്ചയിൽ 2 തവണ അവൾക്കു വേണ്ടി കത്തുകൾ എഴുതി, ബോൾസ് എഴുതുന്ന കത്തുകൾ. ആ കത്തുകളിൽ തെരേസ വലിയ ആശ്വാസം കണ്ടെത്തി. അതിനു പകരമായി അവൾ അവന്റെ കീറിയ തുണികളൊക്കെ തുന്നിക്കൊടുത്തു. കണ്ടില്ലേ, അതൊരു കൊടുക്കൽ വാങ്ങലായി മാറി. പരസ്പരം ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു ബന്ധം. അതോടുകൂടി അവൻ പഴയ ആളെ അല്ലാതായി. മുൻവിധികളുള്ള ഒരു സാധാരണ വിദ്യാർത്ഥി എന്ന നിലയിൽ നിന്ന് മറ്റൊരാളുടെ വേദന മനസ്സിലാക്കുന്ന, അനുകമ്പയുള്ള ഒരു മനുഷ്യനായി അവൻ മാറി. മുൻപ് അവളോട് പെരുമാറിയതോർത്ത് അവന് ശരിക്കും നാണക്കേട് തോന്നി. എന്താണ് മനുഷ്യത്വമെന്ന് അവൻ ശരിക്കും പഠിക്കുകയായിരുന്നു. അപ്പോ ഈ കഥയിൽ നിന്ന് നമുക്കെല്ലാവർക്കും എന്താണ് പഠിക്കാനുള്ളത്? കഥയുടെ അവസാനം നമ്മുടെ കഥാനായകൻ തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നമുക്ക് കേൾക്കാം. എന്തൊരു സത്യമാണല്ലേ ഇത്! ജീവിതത്തിൽ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയവർക്ക് അവർക്കായിരിക്കും സ്നേഹത്തിനും സന്തോഷത്തിനും വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹമുണ്ടാവുക. കാരണം അവർക്കാണ് അതിന്റെയൊക്കെ വില ശരിക്കും അറിയാവുന്നത്. ഗോർക്കിയുടെ ഈ വാക്കുകൾ ശരിക്കും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കും. നമ്മൾ പലപ്പോഴും ഞങ്ങൾ നല്ലവരാണ്, ഞങ്ങൾക്കാരുടെയും സഹായം വേണ്ട എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയിൽ ജീവിക്കും. ആ ഒരു ചിന്ത ഒരു മൂടൽമഞ്ഞ് പോലെയാണ്. അത് കാരണം നമ്മുടെ ചുറ്റുമുള്ളവരുടെ വേദനയും കഷ്ടപ്പാടുകളുമൊന്നും നമുക്ക് കാണാൻ പറ്റാതെ പോകുന്നു. അവസാനമായി ഈ കഥ നമ്മളോടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ തൊട്ടടുത്ത്, നിങ്ങളുടെ അടച്ചിട്ട വാതിലിനപ്പുറം ആരാണ് താമസിക്കുന്നത്? നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത, മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഏതെങ്കിലും ഒരു തെരേസ അവിടെയുണ്ടോ? നമ്മുടെ മുൻവിധികളൊക്കെ മാറ്റിവെച്ച് ആ വാതിലൊന്ന് തുറന്നു നോക്കിയാൽ ഒരു പക്ഷേ നമുക്കും ഇതുപോലൊരു സത്യം കാണാൻ കഴിഞ്ഞേ.